ഇന്ന് നമുക്ക് മുറിക്കാനുള്ളത് ഈ ഒരു മൂട് തെങ്ങാണ്. ഇതൊരു ഇടിവെട്ടി പോയതാണ്. അപ്പോൾ അവർ വേറൊരാളെ വിളിച്ച് അതിൻ്റെ ഓലയെല്ലാം വെട്ടി കളഞ്ഞായിരുന്നു. ഞങ്ങളത് ഞങ്ങളൊരു 2 മാസം മുമ്പ് അതിൻ്റെ അപ്പുറത്തൊരു മൂട് മഹാണി മുറിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളത് കണ്ട് പറയുകയും ചെയ്തു. അതിൻ്റെ ഓല കോതി നിർത്തിയേക്കുന്നു, ഇനി അത് ഉണങ്ങി ഒടിഞ്ഞ് വീഴാറാകുമ്പോഴത്തേക്ക് അത് മുറിക്കാൻ ഇനിയും വിളിക്കത്തുള്ളൂ. അത് എങ്ങനെ കയറി മുറിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന നമ്മളത് പറഞ്ഞ് നമ്മളെ തന്നെ അത് വിളിച്ച്. പക്ഷെ ഉണങ്ങിയിട്ടില്ല, ഇല പൊടിഞ്ഞിട്ട് ഓല പോയതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളൊക്കെ പുറമോട്ടൊരു കയറൊക്കെ ഇട്ട് പിടിച്ച് കെട്ടി മുറിച്ച്. അപ്പോൾ ആ ഒരു മുറി വെട്ടി നമുക്ക് ആ റോഡിലോട്ടേ കളയാൻ പറ്റത്തുള്ളൂ, കാരണം ഏറ്റവും ടോപ്പായിരുന്നു. അപ്പോൾ ചരിവും അങ്ങോട്ടായിരുന്നു. ബാക്കി നമുക്ക് കണ്ടിച്ച് അവരുടെ മുറ്റത്തോട്ട് തന്നെ ഇടാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് ചില വീടുകളിലൊക്കെ പണിക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞായിരുന്നു സത്യമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സത്യമാണ്, നമ്മളതിൻ്റെ അകത്ത് തമാശ പറഞ്ഞൊന്നുമല്ല. നമ്മളുമായിട്ട് അത്ര അടുത്ത ബന്ധമെന്ന് പറഞ്ഞാൽ പരിചയമുള്ള ഒരു വീട്ടിൽ നമ്മൾ പണിക്ക് പോയി. അപ്പം ഇച്ചിരി കഴിഞ്ഞപ്പം വെള്ളം വേണമായിരുന്നു. അപ്പോൾ തടിയെടുത്ത ആൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞ് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരാൻ. പുള്ളി പോയി അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് വെള്ളം എടുത്ത് കലം നോക്കിയമ്മേ, കലത്തെ നിറച്ച് പായലെന്ന് പറഞ്ഞാൽ കറച്ച് പായൽ. ഗ്ലാസ് എടുത്ത് നോക്കിയപ്പോഴും ഗ്ലാസ് അന്നേരം ഉരച്ച് കഴുകി എടുത്ത് വിട്ടേക്കുക പായലില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു ചോദ്യമോ പറച്ചില്ലോ ഒന്നും പോയില്ല. നമുക്ക് ആ തടിയെടുത്ത ആളിനോട് പറഞ്ഞു വിട്ട് പുള്ളിയെ കൊണ്ട് കടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ 2-3 ദിവസം അവിടെ പണിഞ്ഞത്. അപ്പോൾ നമ്മളെ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് ഈ പണിക്ക് ചെന്നപ്പോൾ നമ്മളോട് കാണിച്ചത് ഈ പണിയാണ്. പിന്നെ വേറൊരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ പണിയുന്ന ആ പയ്യനാണ് പോയി വെള്ളം ചോദിച്ചത്. അപ്പോൾ വെള്ളം ചോദിക്കാൻ അവർ താഴെ ചെന്ന് വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളവിടെ മേളിൽ കണ്ടുകൊണ്ടിരിക്കുക. ഒരു വീടിൻ്റെ സൈഡിൽ പട്ടിയെ കണ്ട് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഓറഞ്ച് കളറുള്ളൊരു മഗ്ഗുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ. വണ്ടി കഴുകാൻ ഉപയോഗിക്കുന്നതാണ്. എന്തോനോ വീടിൻ്റെ വെളിയിൽ മതിലിറമ്പി വെച്ചിരിക്കുന്ന ഒരു മഗ്ഗ്. ആ പുള്ളി കൂളായിട്ട് പോയിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അകത്ത് ഒരു മഗ്ഗ് വെള്ളവും പിടിച്ചുകൊണ്ട് തന്നേക്കുന്നു. ഞാനപ്പോൾ അവനോട് പറഞ്ഞാൽ നീ ആ വെള്ളം അവിടെ കൊടുത്തേരെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കടയിൽ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്ന് ആണ് കുടിച്ചത്. പക്ഷേ ആ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങാണ്ട് പോയി. അപ്പോൾ അവിടുത്തെ അമ്മച്ചി, ഈ പുള്ളിക്കാരൻ പോയ പുറകെ അമ്മച്ചി ഞങ്ങൾക്ക് സ്ക്വാഷ് കലക്കി ചിപ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടു തന്നു. അപ്പോൾ ഈ പുള്ളിയുടെയൊക്കെ മനസ്സിലിരിപ്പ്. പിന്നെ വേറൊരു വീട്ടിൽ ചെന്ന്, അങ്ങനെ ഒത്തിരി ഉണ്ട്, വേറൊരു വീട്ടിൽ ചെന്ന് വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒപ്പച്ചൻ അപ്പുറത്തുനിന്ന് ഒരു കുപ്പി എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ആ മുറ്റത്തങ്ങാണ്ട് കിടന്ന കുപ്പിയാണ്. ആ കുപ്പി എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ആ മുറ്റത്ത് കിടപ്പുണ്ട്. ആ പൈപ്പ് കാണിച്ചിട്ട് പറഞ്ഞു ആ പൈപ്പിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി. നമ്മളെ എന്തോ പറയുന്നേ, ചില മനുഷ്യരുടെ മനസ്സിലിരിപ്പോൾ അങ്ങനെയാണ്, എന്തോ ഒരു വലിയ മോശം പോലെ. അപ്പോൾ നമ്മുടെ ആ തെങ്ങ് നമ്മളിത് ചെറുതായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ചെറിയൊരു തെങ്ങ് കൂടെ ഉണ്ടായിരുന്നു. അതും മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ചേച്ചി വന്ന് ഒരു മൂട് നെല്ലി ഉണ്ടെന്ന് മുറിച്ച് തരണമെന്ന് പറഞ്ഞു. നമ്മുടെ ചെന്നപ്പോൾ ചെറിയൊരു നെല്ലിയാണ് കാണുമ്പോൾ, പക്ഷേ അത് വെട്ടിയിടാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പുറത്ത് കോൺക്രീറ്റ്, തൊട്ടപ്പുറത്ത് വീടാണ്, കേട്ടുണ്ട്. പിന്നെ ആ നെല്ലി മുറിച്ചിടുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ ഒരു മരണം, അവിടെ ഒരു അടക്കം നടത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് നമ്മളത് വെട്ടിയിടുന്നത്. വേറെ വഴിയില്ല വെട്ടിയിടാൻ. നമ്മൾ പിന്നെ അത് നമ്മുടെ ഉണ്ണി കയറി അതെല്ലാം ചെറുതായിട്ട് മുറിച്ച് ഇറക്കി അത് പറക്കി അവിടുന്ന് മാറ്റി മേളിലോട്ട് അടുക്കിയും വെക്കണമായിരുന്നു. അപ്പം വിഷ്ണു അത് പിന്നെ എന്താ പറയുന്നത്, നമ്മളൊക്കെ 2 പേര് 3 പേര് എടുക്കേണ്ട ആ പീസൊക്കെ. നെല്ലി എന്ന് പറഞ്ഞാൽ തന്നെ തടിയുടെ ഓരോ കഷ്ണത്തിനും എന്തോ വെയിറ്റാണെന്നറിയാം, ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ്. അപ്പച്ചൻ പേടിച്ച് നിൽക്കുമോ, എന്തെങ്കിലും പറ്റും, എവിടെയെങ്കിലും വീഴും, വണ്ടിയിൽ ഓരോ പീസും തെറിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. എന്നാലും നമ്മളോടൊന്നും പറഞ്ഞൊന്നുമില്ല, മോനെ തെറിക്കുമോ അങ്ങ് സംശയമോ. നമ്മൾ പറഞ്ഞു ഇല്ല പച്ചാ ചെറുതായിട്ടാണ് മുറിക്കുന്നത്. അങ്ങനെ പുള്ളിയും കൂടെ നിന്ന് കണ്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ഞാനും ആ ഉണ്ണിയും കൂടെ കിടന്നത് എങ്ങനെ പിടിച്ചാലും അത് പൊങ്ങത്തുമില്ല, ഇടാനും പറ്റത്തില്ല. സാറിങ്ങോട്ട് വന്നിട്ട് കണ്ടോ അവനെ കാണിക്കുന്നു, മതി ബാക്കി ഞാൻ എടുത്തോളാം. അതെടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ണിയോടും പറയും നീ കൂടെ കയറി ഇരുന്നോളാൻ പറയും. അങ്ങനെ അവനോടുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പണിയാക്കി അടിപൊളിയായിട്ട് തീർത്തു. ചെറിയ പീസാക്കി തീർത്തു. ഒത്തിരി താക്കാനും പറ്റത്തില്ല, ചുവട്ടിൽ മണ്ണുണ്ട്, ഒരു കുറ്റിയുണ്ട്, കമ്പി പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ പണി തീർത്തു. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.
എന്തെങ്കിലും ബോറോ കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ നേരത്തെ പാട്ടൊക്കെ ആയിരുന്നു ഇടുന്നത്. എല്ലാവരും അത് ബോറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഓൺ വോയിസിൽ ചെയ്യുന്നത്. നമ്മുടെ സൗണ്ട് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരിതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. കണ്ടോ, മരുത്വാമലയും കൊണ്ട് പോകുന്നേ.